നോർമലി എല്ലാവരും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് ഡോക്ടറെ എത്ര ഫെയർനെസ് ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാലും വെളുക്കുന്നില്ല ഡോക്ടറെ, അല്ലെങ്കിൽ വെളുപ്പ് ഒരു ടെമ്പററി മാത്രമാണ്, പിന്നീട് കറുത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ സ്കിന്നിൻ്റെ ഡാർക്ക്നെസ് എന്നുള്ളത് കേവലം നമുക്ക് ക്രീമുകൾ ഉപയോഗിച്ച് മാറ്റാൻ പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. 4 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മുടെ സ്കിന്ന് ഡാർക്ക് കളർ ആവുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കുക. നമുക്ക് കേവലം ക്രീമുകൾ ഉപയോഗിക്കുന്നതിലുപരി എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഡോക്ടർ സെയ്ദ് മോഹ്സിൻ, ചീഫ് ഫിസിഷ്യൻ, ഗ്ലോബൽ യുനാനി ഹോസ്പിറ്റൽ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കിന്നിൻ്റെ ബ്ലാക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ്. ഒന്ന്, ലിവറിൻ്റെ പ്രശ്നമാണ്. യുനാനി കൺസെപ്റ്റ് അനുസരിച്ച് ചർമ്മം എന്ന് പറയുന്നത് ലിവറിൻ്റെ കണ്ണാടിയാണ്, മിറർ ഓഫ് ലിവർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ലിവറിനുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സ്കിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് സ്കിന്നിലുണ്ടാവുന്ന ഓരോ അബ്നോർമാലിറ്റീസും ലിവറിൻ്റെ വീക്ക്നെസ്സിനെ ഡയറക്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ബോഡി എപ്പോഴും ചൂടായിരിക്കും. ബോഡി ചൂടായിട്ടുള്ള ഒരു വ്യക്തികൾക്ക് എന്താണ്, നേരത്തെ പറഞ്ഞ ലിവറിൻ്റെ വീക്ക്നെസ് കൊണ്ടാണ് വരുന്നത്. അത് സ്കിന്നിന് ഡാർക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ലായ്മ. നമ്മൾ ചോദിക്കും ഡോക്ടർ ഉറക്കമില്ലായ്മ സ്കിന്നിങ്ങനെ ബന്ധപ്പെടുന്നത്. ഉറക്കമില്ലായ്മയും സ്കിന്നായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങുന്നില്ല എങ്കിൽ രാത്രി കാലങ്ങളിൽ നമുക്ക് കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കും. കോർട്ടിസോൾ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും, ബോഡിയിൽ മെലാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. മെലാലിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നുകൾക്ക് നോർമലി ബ്ലാക്ക് കളർ കൊടുക്കുന്ന ഒരു വസ്തുവാണ്, വർണ്ണ വസ്തുവാണ്. കാരണം നമുക്കറിയാം ഈ വെള്ളപ്പാണ്ടുള്ള പേഷ്യൻസിന് അല്ലെ വെള്ളപ്പാണ്ടുള്ള രോഗികൾ നമുക്ക് കണ്ടുവരുന്നത് അവർക്ക് വെളുത്ത നിറത്തിൻ്റെ കാരണം അവരുടെ സ്കിന്നിൽ നോർമലി മെലാലിൻ്റെ അവസ്ഥ ഇല്ലാത്ത അവസ്ഥ, അതായത് ആ പ്രത്യേക ഏരിയയിൽ മെലാലിൻ ഇല്ലാത്തൊരവസ്ഥ. അതുകൊണ്ടാണ് ആ ഒരു പോർഷൻ വൈറ്റായിട്ട് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, തുടർച്ചയായിട്ട് ഉറക്കം തെറ്റിക്കുന്ന ആൾക്കാർ, വൈകി ഉറങ്ങുന്ന ആൾക്കാർക്ക് സ്കിന്നിൽ എപ്പോഴും ഈ പറഞ്ഞ കോർട്ടിസോളിൻ്റെ അളവ് വർദ്ധിക്കുകയും കോർട്ടിസോൾ മെലാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ അറിയാതെ എന്ത് ചെയ്യാണ്, നമ്മൾ ഉറക്കം വൈകുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നിൽ അത് ഡയറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യാണ്. പിന്നീട് ഉറക്കം തെറ്റിക്കുമ്പോൾ വേറൊരു പ്രശ്നം എന്താണ്, ഉറക്കം തെറ്റിക്കുമ്പോൾ പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉറക്കം നമ്മുടെ ബോഡിയുടെ ഇൻഫ്ലമേഷൻസ് കുറക്കാൻ സഹായിക്കും. നമ്മൾ ഇറഗുലറായിട്ട് ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇന്റേണലി ഇൻഫ്ലമേഷൻ കൂടും. ചില പേഷ്യൻസ് തന്നെ പറയാറുണ്ട് ഡോക്ടർ ഞാൻ എത്ര ഡയറ്റ് ചെയ്തിട്ടും മാറ്റമില്ല. അപ്പം ഞാൻ അവരോട് സിമ്പിളായിട്ട് ഇപ്പം നമ്മളെ വീട്ടിലുള്ള ഫാമിലി റിലേഷനിലുള്ളവരോട് പോലും പറയുന്നൊരു കാര്യമാണ്, എന്ത് ചെയ്തിട്ടും തടി കുറയണമെന്നില്ല, തടി വർദ്ധിച്ചു വരുന്നതെന്നുള്ളൂ. അപ്പോൾ അവരായിട്ട് സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ഉറക്കം കൃത്യമാണോ? ആ ഡോക്ടർ ഉറക്കം ചെറിയ പ്രശ്നമുണ്ട്, 12 മണിക്ക് ഉറങ്ങും, 4 മണിക്ക് എഴുന്നേൽക്കും. ഉറക്കം മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ തടി ഉറക്കാൻ, അപ്പോൾ അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇൻഫ്ലമേഷൻസ് ബോഡി കൂട്ടും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഉറക്കം തെറ്റിക്കുമ്പോൾ ഉണ്ടാവുന്ന കാര്യം എന്താണ്, ബോഡിയുടെ സ്കിന്ന് റിപ്പയർ ചെയ്യുന്ന ടൈം രാത്രിയാണ്. ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ രാത്രി വേണം. ഈ സമയത്ത് എന്ത് ചെയ്യും, ഓവറായിട്ട് ഈ പ്രോസസ്സ് നടക്കില്ല. അത് ഇൻഫ്ലമേറ്ററിയും മോക്കുരുവിനും കാര്യങ്ങൾക്കും കാരണം. ഈ നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന ഉറക്കക്കുറവാണ് ഈ പറയുന്ന 4 പ്രശ്നങ്ങളും സ്കിന്നിന് ഉണ്ടാക്കുന്നത്. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്, കൃത്യമായിട്ടുള്ള വെള്ളം കുടിയുടെ കുറവ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈവൻ ഒരുപാട് അസുഖങ്ങളുടെ ബേസിക് റീസൺ വരുന്നത് വെള്ളം കുടിയുടെ കുറവാണ്. കാരണം കൃത്യമായിട്ട് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ കിഡ്നിക്ക് ഓവർലോഡാണ് CKD. അപ്പം കിഡ്നി ഡിസീസിൻ്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ മനസ്സിലാവും, ഒരു വെയിറ്റ് 20, നമ്മൾ നോർമലി പറയാറുള്ളത്, ഒരു ഐഡിയൽ പറയാറുള്ളത് 20 കിലോ വെയിറ്റ് ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം നിർബന്ധം. അപ്പോൾ 60 കിലോയുടെ ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡി വെച്ചിട്ട് 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കണം. നിങ്ങൾ പേഴ്സണലായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ കീപ്പ് ചെയ്ത് നോക്കി നോക്ക് നിങ്ങൾ എത്ര കുടിക്കുന്നുണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ 4ാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ലിവറിൻ്റെ പ്രശ്നം പറഞ്ഞു, ഉറക്കത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. 4ാമത്തെ പ്രശ്നമാണ് ഇൻഡൈജഷൻ. നമുക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിന്നിൽ ഒരുപാട് കുരുക്കളായിട്ടും പസ്സുള്ള കുരുക്കളായിട്ട് പഴുപ്പുള്ള കുരുക്കളായിട്ട് കാണാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നാളെ തന്നെ മാറുമെന്നല്ല പറഞ്ഞത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോൾ ഫാസ്റ്റ് എഫക്റ്റ് എന്നുള്ളത് പെർമനൻ്റ് ആയിരിക്കില്ല, ടെമ്പററി മാത്രമായിരിക്കും. പെട്ടെന്നുള്ളൊരു ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ പിഗ്മെൻറ്റേഷൻ ബോഡിയിൽ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യങ്ങൾ എഫക്റ്റായി വരണമെങ്കിൽ മിനിമം 3 to 4 months എങ്കിലും എടുക്കും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഒരു മാസം ഉറങ്ങിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് 1 മാസം ഉറങ്ങിയിട്ടും സ്കിന്നിന് മാറ്റമൊന്നുമില്ല എന്നുകൊണ്ട് ഉറക്കം നിർത്തേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഉറക്കം നിങ്ങളുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ സ്കിൻ കളറിന് മാത്രമല്ല,
നിങ്ങൾ ഡയബറ്റിക്കിലേക്ക് നയിക്കും. അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടാവും, കാർഡിയാക് ഡിസീസ് ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് നിങ്ങളുടെ നോർമൽ ലൈഫിന് വളരെ അത്യാവശ്യമാണ്. ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹോം റെമഡിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. മുൾട്ടാനി മിട്ടി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. മുൾട്ടാനി മിട്ടി എന്ന് പറഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ്. അത് സ്കിന്നിൻ്റെ ചൂട് കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്ന് ക്ലിയർ ചെയ്യാൻ, നാച്ചുറലായിട്ട് സ്കിന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ മുൾട്ടാനി മിട്ടി. അതുപോലെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള റോസ് വാട്ടർ വാങ്ങാൻ ശ്രമിക്കുക. എസെൻസ് അല്ല, ഒറിജിനൽ ആയിട്ടുള്ള റോസ് വാട്ടറും അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇരട്ടി മധുരം പൊടിയും ചേർത്ത് കൊണ്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട്, വെള്ളം ഉപയോഗിക്കാതെ റോസ് വാട്ടർ വെള്ളത്തിൻ്റെ ഒരു പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി ഉപയോഗിക്കുകയും ഇത് ഡെയിലി നിങ്ങളൊരു 1/2 മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ, ഓയിലി സ്കിൻ അല്ലാത്ത ആൾക്കാർ, ഡ്രൈ സ്കിൻ ആണെങ്കിൽ വീക്കിലി ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 മന്ത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് കണ്ടുവരാൻ പറ്റും ബോഡിയിൽ. അതോടൊപ്പം തന്നെ ബോഡിയുടെ ഹീറ്റ് കുറക്കാൻ സഹായിക്കുന്ന ഈ പറഞ്ഞ അനാറ് വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 2 നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും വളരെ എഫക്റ്റീവായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മോഷൻ കൂടുന്നത്, ഒരു ദിവസം നെല്ലിക്ക കഴിക്കുക, 2-3 ദിവസത്തിന് ശേഷം കക്കിരി കഴിക്കുക. ആ രൂപത്തിൽ മോഷന് സഹായിക്കുന്നതും ബോഡിയുടെ ഹീറ്റ് കുറക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. രാത്രിയത്തെ ഫുഡ് പരമാവധി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ഇതിൽ കണ്ടുവരാറുണ്ട്. കാരണം നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ടുള്ള മോഷൻ, പപ്പായ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടുള്ള മോഷൻസ് ലഭിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ടോട്ടലി നമ്മുടെ ബോഡിയുടെ നിങ്ങൾ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ മാറിക്കിട്ടും. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ചേഞ്ചസ് ബോഡിയിൽ ഫീൽ ചെയ്ത് കിട്ടും. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഇൻഫെക്ഷനോ മറ്റു പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ സഹായം തേടേണ്ടതാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി മറ്റൊരു ഹെൽത്ത് വിഷയമായിട്ട് കാണാം. നന്ദി.